ശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനായി ജയിൽ സൂപ്രണ്ട് ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടായി. പിന്നീട് സംസാരിച്ച സർക്കാരുമായി ബന്ധപ്പെട്ടവരാകട്ടെ, മന്ത്രിയാകട്ടെ, CPM പ്രതിനിധികളാകട്ടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് സർക്കാർ അറിഞ്ഞിട്ടില്ല, ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു നീക്കം മാത്രമാണ് എന്നാണ്. അരിയാഹാരം കഴിക്കുന്നവർ അത്ര വേഗം വിശ്വസിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ടി പി ചന്ദ്രശേഖരനെ പോലെ സർക്കാരിനെ, CPM വർഷങ്ങളായി പൊള്ളിക്കുന്ന ഒരു വിഷയത്തിലുള്ള നിലപാടാണിത് എന്ന് കൂടി ഓർക്കണം. ഈ വിഷയമാണ് അടുത്ത 1 മണിക്കൂർ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്തത്. ശ്രീമതി KK രമ, കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വിധവ, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അഡ്വക്കേറ്റ് അസഫ് അലി, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം റെജി ലൂക്കോസ്, CPM സഹയാത്രികൻ, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീമതി KK രമ, ഇന്ന് ഈ വാർത്ത ഈ ചാനലുകൾ, എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. രേഖകളടക്കമാണ്, അതായത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അയച്ച ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, രേഖ അടക്കമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിനുശേഷം CPM ഭാഗത്തുണ്ടായ പ്രതികരണം, മന്ത്രി രാജീവ് തന്നെ ഈ വിഷയം വിശദീകരിച്ചു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി പോലും വിചാരിച്ചാൽ ലഭിക്കുന്ന ഒന്നാണോ ഈ ശിക്ഷാ ഇളവ് എന്നുള്ളതാണ്. അത് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണോ? അത് താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആ ഒരു വിശദീകരണത്തിൽ താങ്കൾ തൃപ്തിയാണോ? അല്ല, ഇത് വളരെ പരിഹാസ്യപരമാണ്. ഈ ഒരു ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം പ്രസ്താവനകളൊക്കെ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പരിഹാസ്യമാണ്. കാരണം അതൊരു ജയിൽ സൂപ്രണ്ട് മാത്രം തീരുമാനിച്ച് നടത്താൻ കഴിയുന്നതല്ല. ഇത് കൃത്യമായി 53 ആളുകളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ TP കേസിലെ 3 പ്രതികൾ, TK രജീഷ്, അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി, ഈ 3 പ്രതികളെ മൂന്നാമതും 47, 48 ഈ നമ്പർ പ്രകാരമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ജയിൽ അധികാരികൾ അറിയാതെ ലിസ്റ്റ് ഉണ്ടാക്കില്ല. ജയിലിലൊരു ഉപദേശക സമിതിയുണ്ട്. ആ ഉപദേശക സമിതിയുടെ കൂടി റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ടല്ലേ ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ അറിയാതെ വന്നു എന്നൊക്കെ പറയുന്നത് എത്ര അപഹാസ്യമാണ്. ഇത് ആരാണ് വിശ്വസിക്കുക? ഇതൊന്നുമല്ല, വളരെ കൃത്യമാണ്. TP കേസിൽ കാരണം 10 വർഷം കഴിഞ്ഞ ആളുകളെ വിട്ടയക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞതിൽ TP കേസിലെ മുഴുവൻ പ്രതികളുമുണ്ട്. എന്തേ അവരൊന്നുമില്ലാതെ പോയത്? ഈ 3 പേരെ മാത്രം ഉൾപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? അപ്പോൾ 3 പേരെ മാത്രം ഉൾപ്പെടുത്തിയതിന് വളരെ കൃത്യമായ കാരണമുണ്ട്. കാരണം ഈ പ്രതികൾ ഒരുപക്ഷെ വലിയ തോതിൽ ഭീഷണി മുടക്കിയിട്ടുണ്ടാകും. കാരണം അത്രമാത്രം സമ്മർദ്ദത്തിൽ, ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെ സമ്മർദ്ദത്തിലാക്കാൻ മാത്രം ശേഷിയുള്ളവരാണ് TP കേസിലെ പ്രതികൾ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭീഷണിക്ക് വഴങ്ങിയതായിരിക്കും ഈ പാർട്ടി അധികാരികൾ. അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോയത്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇത്തരത്തിലൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ജയിൽ ഉപദേശക സമിതിയായാലും അത് ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനവും ഗവൺമെന്റിന് എടുത്ത അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാകും. ആരൊക്കെ വിട്ടയക്കണം, എന്താണ് എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായി ചർച്ച നടത്തുമല്ലോ. ഇത് പ്രാഥമികമാണ് എന്ന് പറയുന്നു. പ്രാഥമികമായിട്ട് എന്താണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്? അടിയന്തര റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായിട്ടുള്ള അടിയന്തര റിപ്പോർട്ട് അനുവദിച്ചു തരണം. എന്നിട്ട് പോലീസുകാർ ഞങ്ങളൊക്കെ എടുത്ത് വരുന്നു അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അറിയാതെയാണോ? യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ? അതിനകത്ത് ഇരയാക്കപ്പെടുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അയൽവാക്കാർ, ഇവരിന്നൊക്കെ റിപ്പോർട്ട് വേണം. ഇത്തരം ആളുകളെ ഒക്കെ അവർ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ വീടിന്റെ ആൾക്കാരെടുത്തൊക്കെ വന്ന് റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് KK രമ, അതായത് ഈ ടിയാന്റെ ഈ റിപ്പോർട്ടിലുള്ളത്, ഈ ജയിൽ സൂപ്രണ്ടിന്റെ കത്തിലുള്ളത്, ഈ തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ടിയാന്മാരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെ അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി വളരെ അടിയന്തരമായി അനുവദിച്ചു തരാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമൊരു അന്വേഷണം നിങ്ങളടക്കമുള്ളവരിലേക്ക് എത്തി എന്നുള്ളതാണോ? അപ്പോൾ ഒരു പ്രാഥമികമായി ഒരു കേവലം ഒരു ചോദിക്കലിനപ്പുറം അതിൻ്റെ നടപടികളിലേക്ക് കൂടി പോലീസ് സംവിധാനം കടന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്തരമൊരു അനുഭവം നിങ്ങൾക്കുണ്ടായോ?
അതെ, അന്വേഷണം ആരംഭിച്ചു. അത് അന്വേഷണത്തിലുള്ള ശ്രമമല്ല നടന്നത്. അന്വേഷണം ആരംഭിച്ചു. എന്നോട് അന്വേഷിച്ചു. ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് സ്ഥലത്തുള്ള ദിവസം വന്നു കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരോട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവർ വിട്ടയച്ചാലുള്ള സ്ഥിതി എന്താണെന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ആക്കി പോയിട്ടുണ്ട്. ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും ചെറിയ നീക്കങ്ങളൊന്നുമല്ല, വളരെ ഗുരുതരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അറിയാതെയാണ് വന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ തീരണം. എങ്ങനെയാണ് ജയിൽ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഇതുപോലെയൊരു നീക്കത്തിലേക്ക് പോവുക, ഇതുപോലെയൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക? ഈ ലിസ്റ്റിൽ ഈ TP കേസിലെ കൊടും ക്രിമിനലുകളായ ആളുകളെ, ഇരട്ട ജീവപര്യന്തരം ശിക്ഷിച്ച ആളുകളെ ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു ജയിൽ സൂപ്രണ്ടിന് സാധിക്കുക? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ട് ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ. ശ്രീമതി കെ രമ, ഈ ശിക്ഷ നമുക്കറിയാം, ഈ താങ്കളുടെ ഹർജിയിലാണ് ഈ ശിക്ഷ അത് ഇരട്ട ജീവപര്യന്തമാക്കിയത്. ഇരട്ടി ശിക്ഷ നൽകി കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെടാത്തവരെ കൂടി ശിക്ഷയുടെ പരിധിയിൽ കൊണ്ടുവന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. കോടതി പോലും എങ്ങനെയാണ് ഈ കേസിനെ കണ്ടതെന്നും വിശേഷിപ്പിച്ചതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറഞ്ഞാണ് വധശിക്ഷ ഒഴിവാക്കിയത് എന്ന വിധിന്യായമൊക്കെ നമ്മൾ വായിച്ചതാണ്. ഇവിടെ ഈ ശിക്ഷാ ഇളവ് എന്നൊക്കെ പറയുമ്പോൾ കോടതി പോലും ഇനിയുള്ള വർഷങ്ങളിൽ ശിക്ഷാ ഇളവ് പാടില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമായ ഒരു വിഷയത്തിൽ കോടതിയെ മറികടന്ന് ഇങ്ങനെ ശിക്ഷാ ഇളവ് എന്നുള്ളത് സാധ്യമായ ഒന്നല്ല, നമുക്കറിയാം. അതിപ്പോൾ കേവലം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നടക്കുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഈ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇവിടെ അത്തരം നിരവധി പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ തന്നെ ഗവർണർ വരെ ഏറ്റവും അവസാനം ഒപ്പിടണം. ഇപ്പോൾ സാഹചര്യത്തിൽ അതിനുള്ള പശ്ചാത്തലം ഒരുങ്ങി വരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഇളവ് എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യം ഇത്തരമൊരു നീക്കത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സൂപ്രണ്ടടക്കമുള്ളവർ, അതുമായി ബന്ധപ്പെട്ടുള്ളവർ, നമ്മുടെ ഭരണ സംവിധാനമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് താങ്കൾ കരുതുന്നോ? അല്ല, ഇത് ഇളവ് എന്ന് പറയുന്ന ഒരു TP കേസിലെ പ്രതികളെ ഈ ഇതിൽ ഉൾപ്പെടുത്തിയ പ്രതികളെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇളവ് കിട്ടുന്നതല്ല. അത് സുപ്രീം കോടതിക്ക് അല്ലാതെ മറ്റാർക്കും അത് തിരുത്തു വരുത്താൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയല്ലാതെ ഈ പ്രതികളെ ഉൾപ്പെടുത്തുന്നതിൽ പിന്നിൽ പ്രതികളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഒരു പ്രധാന കാരണം. ആ പ്രാഥമിക റിപ്പോർട്ടിന് ആവശ്യപ്പെട്ട് അന്തിമ പട്ടികയിൽ ഇവരുണ്ടാവില്ല എന്നാണല്ലോ പറഞ്ഞത്. പ്രാഥമിക പട്ടികയിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾ ഇതൊക്കെ നീക്കം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, സർക്കാരും പാർട്ടിയും നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നിങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു നീക്കം. ഇപ്പോൾ ഈ ഒരു പ്രാഥമിക നീക്കത്തിലേക്ക് സർക്കാർ കടന്നത് എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം TK രജീഷിനെ പോലുള്ള ആളുകളൊക്കെ ഈ സർക്കാരിനെയൊക്കെ മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ളവരാണെന്നേ ഈ TP കേസിലെ പ്രതികൾ. അവരുടെ സമ്മർദ്ദം, അവർ വിചാരിച്ചാൽ എല്ലാം നടക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ, മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ പേര് ഇതിനകത്തേക്ക് വരുമെന്ന് അവർക്ക് ഭയക്കുന്നുണ്ട്. അവർ ഭയന്നാണ് ജീവിക്കുന്നത്. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ഒരു കുറെ ആളുകളെ വിട്ടയക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ പേര് കൂടി തിരികെ ചേർത്തുകൊണ്ട് ഇതാ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട്, പൊതുസമൂഹത്തിന്റെ എതിർപ്പ്, അല്ലെങ്കിൽ ഗവർണറെ ഒപ്പിട്ടിട്ടില്ല, ഇതൊക്കെ പറഞ്ഞ് മടക്കാലോ. പക്ഷെ സർക്കാരുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താലോ. ആ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോ